ഹായ് മക്കൾസ്, എന്നാണ് സാറേ സ്കൂൾ തുറക്കുക? മെയ് മാസം ആവാനാവുമ്പോൾ പിന്നുള്ള വർത്തമാനം നമ്മൾ അതാണ്. സ്കൂൾ തുറക്കാനായല്ലോ, സ്കൂളിന് കുട വാങ്ങണം, മഴ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ യൂണിഫോം എടുക്കണം, സ്കൂളിൽ പോയിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കുള്ള ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം, നോട്ട് ബുക്ക് വാങ്ങണം, വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ അത് വാങ്ങണം, ബാഗ് വാങ്ങണം, അവിടെ ഓഫർ ഇവിടെ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാണ് സ്കൂൾ തുറക്കുന്നതെന്ന് അറിയണ്ട മക്കളെ. അതെ, വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ജൂൺ 2-ാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മുടെ സ്കൂൾ തുറക്കുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് നല്ല മഴയോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ ഒരു പക്ഷേ സ്കൂൾ തുറക്കുന്നത് കുറച്ചുകൂടി നീണ്ടു പോകാൻ സാധ്യത ഉണ്ടാവും. പൊതുവെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ചില താലൂക്കുകളിൽ, ചിലപ്പോൾ ചില ജില്ലകളിൽ സ്കൂൾ തുറക്കുന്നതൊക്കെ നീണ്ടുപോകും. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജില്ലയും നിങ്ങളുടെ സ്കൂളും ഏതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ, അതായത് ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിപ്പിച്ചു തരുന്നത് മാത്രമുള്ള ചാനലല്ല ഇത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും, അതായത് സ്കൂൾ തുറക്കുന്നതും, ഏതെങ്കിലും താലൂക്കിൽ സ്കൂളില്ലാത്തതും, ഏതെങ്കിലും ജില്ലയിൽ പ്രത്യേക ഹർത്താൽ വന്നു കഴിഞ്ഞാൽ സ്കൂളില്ലാത്തതും, ഇനി സ്കൂൾ എന്തെങ്കിലും സ്കോളർഷിപ്പ് എക്സാം വെക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും, അതിന് വേണ്ട ക്വിസ് കോമ്പറ്റീഷനുകളും, അല്ലെങ്കിൽ അതിന് വേണ്ട ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ തരും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് നമ്മളെ എജുപോർട്ടിനെ അറിയുന്നവർക്കറിയാം, നമ്മൾ വായനാ ദിനത്തിൻ്റെ അന്ന് കൊടുത്തിട്ടുണ്ട്, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ, ഈ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ. ഏറ്റവും നിങ്ങൾക്ക് വേണ്ടത് ഇത് തന്നെയാണ്, സ്കൂളുണ്ടോ ഇല്ലയോ എന്നറിയാൻ. നമ്മൾ ഏറ്റവും മറ്റേത് ചാനലുകൾ തരുന്നതിൻ്റെ മുമ്പേ നിങ്ങളുടെ അരികിൽ, നിങ്ങളുടെ വിരൽത്തുമ്പിൽ നമ്മൾ എത്തിക്കുക. അപ്പോൾ മറക്കണ്ട, സ്കൂൾ തുറക്കുന്നത് ജൂൺ 2-ാം തീയതിയാണ്. നിലവിലെ ഡേറ്റിലൊന്നും മാറ്റമില്ല. എല്ലാവരും അടിപൊളിയാവുക. കാണാനുള്ളവരും കേൾക്കാനുള്ളവരെയും ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് കാണാനുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പുതിയ സ്കൂളിൽ പോകേണ്ടവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിലവിൽ നിങ്ങളുടെ സ്കൂളും നിങ്ങളുടെ ജില്ലയും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹാപ്പി